മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് എവിടേക്കാണ് കൊണ്ടുപോയത്? മരുഭൂമിയിലേക്ക്. 2. മരുഭൂമിയിൽ യേശു എത്ര ദിവസം ഉപവസിച്ചു? 40 പകലും 40 രാവും. 3. ഉപവാസത്തിന് ശേഷം യേശുവിന് എന്തു തോന്നി? വിശന്നു. 4. പരീക്ഷകൻ യേശുവിന്റെ അടുക്കൽ വന്ന് കല്ലുകൾ എന്തായിത്തീരാനാണ് ആവശ്യപ്പെട്ടത്? അപ്പമായി തീരാൻ. 5. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് യേശു മറുപടി നൽകിയത് എന്തിനെ ആസ്പദമാക്കിയാണ്? എഴുതിയിരിക്കുന്നു. 6. പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ എവിടെയാണ് നിർത്തിയത്? അഗ്രത്തിന്മേൽ. 7. താഴത്തോട്ട് ചാടുവാൻ പറഞ്ഞുകൊണ്ട് പിശാച് ഏതു വാഗ്ദത്തമാണ് ഉദ്ധരിച്ചത്? ദൈവം നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. 8. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് യേശു പിശാചിന് നൽകിയ രണ്ടാമത്തെ മറുപടി എന്തായിരുന്നു? അതും എഴുതിയിരിക്കുന്നു. 9. പിശാച് യേശുവിനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി എന്ത് കാണിച്ചു കൊടുത്തു? ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും. 10. തന്നെ വീണ് നമസ്കരിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം നൽകാം എന്ന് പറഞ്ഞ പിശാചിനോട് യേശു എന്തു പറഞ്ഞു? സാത്താനെ, ദൂരെ പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. 11. പരീക്ഷകൾക്ക് ശേഷം പിശാച് വിട്ടുപോയപ്പോൾ ആര് വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു? ദൂതന്മാർ. 12. യോഹന്നാൻ സ്നാപകൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു എവിടേക്കാണ് പിൻവാങ്ങിയത്? ഗലീലയിലേക്ക്. 13. യേശു നസറത്ത് വിട്ട് സെബൂലൂൻ, നഫ്താലി എന്നീ പ്രദേശങ്ങളുടെ അതിരിലുള്ള ഏത് പട്ടണത്തിലാണ് താമസമുറപ്പിച്ചത്? കഫർനഹൂമിൽ. 14. ഇരുട്ടിലിരിക്കുന്ന ജനങ്ങൾ വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പ്രവചിച്ചതാര്? യെശയ്യാ പ്രവാചകൻ. 15. യേശു തന്റെ പ്രസംഗം ആരംഭിച്ചത് ഏത് സന്ദേശത്തോടെയാണ്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 16. ഗലീലക്കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ യേശു ആദ്യം കണ്ട 2 സഹോദരന്മാർ ആരെല്ലാം? പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശീമോനും അവന്റെ സഹോദരൻ അന്ത്രയോസും. 17. പത്രോസും അന്ത്രയോസും കടലിൽ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തൊഴിൽ എന്തായിരുന്നു? മീൻപിടുത്തക്കാർ. 18. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ശീമോൻ പത്രോസിനോടും അന്ത്രയോസിനോടും. 19. വിളി കേട്ട ഉടനെ അവർ എന്തുപേക്ഷിച്ചാണ് യേശുവിനെ അനുഗമിച്ചത്? വലകളെ. 20. സെബദിയുടെ പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും യേശു എവിടെ വെച്ചാണ് കണ്ടത്? പടകിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. 21. യാക്കോബും യോഹന്നാനും ആരുടെ കൂടെയാണ് വല നന്നാക്കിക്കൊണ്ടിരുന്നത്? അവരുടെ പിതാവായ സെബദിയോടൊപ്പം. 22. യേശു വിളിച്ചപ്പോൾ യാക്കോബും യോഹന്നാനും എന്തിനെയൊക്കെയാണ് ഉപേക്ഷിച്ചത്? പടകിനെയും പിതാവിനെയും. 23. യേശു ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ച് എവിടെയെല്ലാമാണ് ഉപദേശിച്ചത്? പള്ളികളിൽ. 24. യേശു പ്രസംഗിച്ച സുവിശേഷം എന്തായിരുന്നു? രാജ്യത്തിന്റെ സുവിശേഷം. 25. യേശുവിന്റെ കീർത്തി എവിടെയെല്ലാമാണ് പരന്നത്? സിറിയ നാട്ടിൽ എങ്ങും. 26. നാനാവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും ഭൂതഗ്രസ്തരെയും യേശു എന്തു ചെയ്തു? സൗഖ്യമാക്കി. 27. യേശുവിനെ പിന്തുടർന്ന വലിയ ജനക്കൂട്ടം ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു? ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ. 28. പരീക്ഷകൻ എന്ന വാക്ക് ആരെ സൂചിപ്പിക്കാനാണ് ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? പിശാചിനെ. 29. യേശു സാത്താനെ എതിർത്തത് എന്തുപയോഗിച്ചാണ്? ദൈവവചനം. 30. മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്ത്? ദൈവരാജ്യത്തിനായി ജനങ്ങളെ നേടുക.